വർക്കല തീരത്ത് കൂടി അടിഞ്ഞിട്ടുണ്ട് കണ്ടെയ്നറുകൾ. എന്തായാലും അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. പാപനാശം തീരത്തും മാന്തറയിലും തുറന്ന നിലയിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. നിരവധി പേർ ബലിതർപ്പണത്തിന് ഇറങ്ങുന്ന പാപനാശം തീരത്ത് ഉപ്പ് പോലുള്ള വസ്തുക്കൾ വ്യാപിച്ചിട്ടുമുണ്ട്. എസ് ശാലിനി ചേരുകയാണ് വിവരങ്ങളുമായി. ശാലിനി, രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലും ഈ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത്. തിരുവനന്തപുരം പാപനാശത്ത്, അതായത് വർക്കലയ്ക്ക് സമീപമുള്ള പാപനാശം ബലിതർപ്പണക്കടവിന് സമീപത്താണ് കണ്ടെയ്നറുകളിൽ നിന്നുള്ള വസ്തുക്കൾ അടിഞ്ഞ് കൂടിയെത്തിയിട്ടുള്ളത്. അവിടെ ഒരു കണ്ടെയ്നറും തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് തീരദേശ മേഖലയിൽ 2 കണ്ടെയ്നറുകളുമാണ് എത്തിയിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ തുറന്ന നിലയിലാണ്, കേടുപാടുകൾ സംഭവിച്ച നിലയിലാണ്. ഇതിൽ നിന്നും ചില ചാക്കുകെട്ടുകൾ ഈ തീരദേശ മേഖലയിൽ ആകമാനം വ്യാപിച്ചു കിടക്കുകയാണ്. ഉപ്പിന് സമാനമായ രീതിയിലുള്ള വെള്ള നിറത്തിലുള്ള ചില വസ്തുവാണ് ഈ ചാക്കുകെട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീരദേശവാസികൾക്കിടയിൽ നിന്നും ഒപ്പം തന്നെ പ്രദേശവാസികൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഒമാൻ മെയ്ഡായിട്ടുള്ളതും ഒപ്പം തന്നെ സൗദി മെയ്ഡായിട്ടുള്ള ചില പ്ലാസ്റ്റിക്കിന്റെ അസംസ്കൃത വസ്തുക്കൾ, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില അസംസ്കൃത വസ്തുക്കളാണ് ഇതിനുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇത് തീരദേശ മേഖല മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾ ഇത് കാണാനായി എത്തുന്നുണ്ട്. പോലീസിന്റെ സുരക്ഷ അവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഉണ്ടായ കപ്പൽ അപകടം, MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളാണ് തെക്കൻ ജില്ലകളിലും ഇപ്പോൾ തീരദേശ മേഖലകളിൽ വ്യാപകമായി അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ വരും മണിക്കൂറിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ തീരദേശ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ഇത് കടലിൽ നിന്നും ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള പ്രാരംഭ നടപടികളും ഭരണകൂടം അടക്കം സ്വീകരിച്ചു വരികയും വേണം. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. കൂടുതൽ വസ്തുക്കൾ, ഒപ്പം തന്നെ പരിചയമില്ലാത്ത വസ്തുക്കൾ, കണ്ടെയ്നറുകൾ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ മേഖലയിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്.